ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഡ്യൂപ്പാണ്. കുട്ടികളൊക്കെ ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ടി വാശി പിടിച്ച് കരഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്കിത് കുറവായി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം ചെറുതായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കണം. നേരത്തെ ഏത് കപ്പിലാണോ വെള്ളം എടുത്തത് അതേ കപ്പിൻ്റെ അളവിൽ വേണം റവ ഇട്ട് കൊടുക്കാൻ. ഫ്ലെയിം ലോ ടു മീഡിയത്തിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാവ് വെന്ത് തുടങ്ങിയാൽ സൈഡിലൊന്നും ഒട്ടാതെ ഇതുപോലെ റോളായി തുടങ്ങും. അപ്പോൾ ഫ്ലെയിം ഓഫാക്കി ഒരു 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി മാവ് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഞാനിവിടെ ചെറു ചൂടോടെ തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. മാവ് ഒന്ന് ചൂടാറിയ ശേഷം കുഴച്ചെടുത്താലും പ്രശ്നമൊന്നുമില്ല. അവിടെ മാവ് നന്നായി കുഴച്ച് നല്ല സോഫ്റ്റ് ആവുന്ന വരെ കുഴച്ചെടുക്കണം. ഇനി ഇതുപോലൊരു പ്ലാസ്റ്റിക് പേപ്പറിൽ വെച്ച് മാവ് കട്ടിയിൽ പരത്തിയെടുക്കണം. ഇനി ഇത് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുക്കാം. അധികം വീതി കൂട്ടി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത് പൊരിച്ചെടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം വീർത്ത് വരും. ഇനി ഇത് ഓരോന്നായി അടർത്തിയെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നല്ല ചൂടുള്ള എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഗോൾഡൻ കളർ ആവാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിൻ്റെ പുറംഭാഗം ഒന്ന് ഹാർഡായാൽ തന്നെ ഇത് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി കോരിയെടുക്കാം. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഒറിജിനൽ ഫ്രഞ്ച് ഫ്രൈസിനെ വെല്ലുന്ന രീതിയിലുള്ള ഒരു ട്യൂപ്പാണ് കേട്ടോ ഇത്. കുട്ടികൾക്കൊന്നും ഒരിക്കലും മനസ്സിലാവാൻ പോകുന്നില്ല. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് എനിക്കതിൻ്റെ ഫീഡ്ബാക്ക് അയക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ഞെക്കാനും മറക്കരുത്.